കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന ഉത്തരം പറഞ്ഞു. നമുക്ക് അവരുടെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ശമരിയക്കാരി സ്ത്രീയും അവൻ യേശുവുമായിട്ടുള്ള ഹല്ലേലൂയ സംഭാഷണം. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ യേശു കർത്താവ് ആ ശമരിയ സ്ത്രീയോട് പറയുന്നു, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനമാണ് എന്ന്. ഹല്ലേലൂയ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ ജീവന്റെ ഹല്ലേലൂയ വെള്ളം നിനക്ക് തരികയും ആമേൻ ഹല്ലേലൂയ ചെയ്യുമായിരുന്നുവെന്ന്. ആ ജീവന്റെ വെള്ളം ആമേൻ കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ പിന്നെ ഒരിക്കലും ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ബലഹീനപ്പെടുകയില്ല. ആമേൻ ഭാരം അനുഭവിക്കുകയില്ല, നിരാശപ്പെടുകയില്ല. ആമേൻ കഷ്ടത അനുഭവിക്കുവാൻ ഇടയാകയില്ല. ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഹല്ലേലൂയ ആ അനുവദിക്കാത്തതായ ആമേൻ ആ ജീവന്റെ വെള്ളം ഹല്ലേലൂയ ആ ജീവന്റെ നീരുറവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ നാടുകളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മെ കൃപയിലേക്ക് നയിക്കുന്ന ആമേൻ രക്ഷയും നമ്മെ നിലനിർത്തുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നാം ഹല്ലേലൂയ മനസ്സുള്ളവരാകുമെങ്കിൽ ഉത്സാഹമുള്ളവരാകുമെങ്കിൽ ആ രക്ഷയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുവാൻ ആമേൻ സർവശക്തനത്രേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് പോകുവാൻ അനുവദിക്കുകയില്ല എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ഒരുപക്ഷെ നമ്മുടേതായ ചിന്തകളും പ്രവൃത്തികളും നിരൂപണങ്ങളും ആ പഴയ ഇതിലേക്ക് കടന്നു പോയാലും അത് ഹല്ലേലൂയ തെറ്റാണ് എന്ന് നമ്മെ ഹല്ലേലൂയ ബോധിപ്പിക്കുവാൻ ആമേൻ ഹല്ലേലൂയ അതിലേക്ക് ആമേൻ കടന്നു പോകുവാൻ പാടില്ല എന്ന് നമുക്കൊരു ബോധ്യം തരുവാൻ ആമേൻ ഹല്ലേലൂയ ആ ജീവന്റെ ദുരുറവ് നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യം ആമേൻ തിരിച്ചറിയാതെ പോകരുത്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവോളം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിൽ നിലനിൽക്കുവാൻ ആമേൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ അതിലൂടെയുള്ള നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് പ്രിയ ദൈവജനമേ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ നാളുകളിൽ ആമേൻ കർത്താവിന്റെ ഹല്ലേലൂയ ആ കൃപയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ സമർപ്പണത്തോടെ ആയിരിക്കുമെങ്കിൽ ഹല്ലേലൂയ ആമേൻ തീർച്ചയായും നമ്മെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിച്ച് പോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ സാധിക്കും. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 4-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാരം പറയുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുമാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സത്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ഒരിക്കൽ നാം പ്രകാശനം ലഭിച്ചിട്ട് ഒരിക്കൽ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ട് നാം വീണ്ടും പഴയതിലേക്ക് പോയാൽ അവിടെ ഒരു ദൈവപ്രസാദം ഉണ്ടാകയില്ല. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ. ദൈനംദിന ജീവിതത്തിൽ നാം ഇടപെടുന്നതായ ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കാലത്ത് ദൈവത്തിൻ്റെതായ രക്ഷയുടെ സന്തോഷത്തെ, അനുഗ്രഹത്തെ, നന്മകളെ ഒക്കെ അനുഭവിച്ചവർ ആമേൻ ഹല്ലേലൂയ പിൽക്കാലത്ത് ആ രക്ഷയുടെ സന്തോഷമൊക്കെ ഹല്ലേലൂയ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിന് അനുരൂപരായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ കർത്താവിന്റെ വചനം ഇവിടെ പറയുന്നു, ആമേൻ ഹല്ലേലൂയ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തിട്ട് ആമേൻ സകലത്തെയും ഉപേക്ഷിച്ച് പഴയതിലേക്ക് പോകുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ അവിടെ ദൈവപ്രസാദം ഉണ്ടാകുകയില്ല. ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ആമേൻ ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ആമേൻ ഹിതമായ സസ്യാദികൾ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അതേ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ പലപ്പോഴായി നാം പ്രാപിച്ചെടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം നാം ഫലം കായ്ക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ നാം പ്രാപിച്ചെടുത്തതായ ആ അഭിഷേകത്തിനനുസരിച്ച് ആമേൻ രക്ഷയുടെ സന്തോഷം ആമേൻ ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നാം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിലൂടെയുള്ള അനുഗ്രഹം അത് വളരെ ശ്രേഷ്ഠമത്രേ പ്രിയ ദൈവജനമേ. ആമേൻ ഹല്ലേലൂയ
ആമേൻ പലപ്പോഴായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അതിന് നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ സമർപ്പിക്കുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ നമുക്കായി തന്നെ ആമേൻ ഹല്ലേലൂയ ചെയ്തെടുക്കുവാൻ സാധിക്കാത്തതായ ആമേൻ ഹല്ലേലൂയ ചില ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നുകൊണ്ട് നമ്മെ നിലനിർത്തുവാൻ ആമേൻ ഹല്ലേലൂയ കർത്താവിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹപൂർണമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഹല്ലേലൂയ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഹല്ലേലൂയ ആമേൻ ആ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുവാൻ മനസ്സില്ലാത്തവരായി ആമേൻ ഹല്ലേലൂയ ആ രക്ഷയിൽ ആമേൻ നിലനിൽക്കുവാൻ മനസ്സില്ലാത്തവരായി അനുസരണമില്ലാത്തവരായി ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ആമേൻ ഹല്ലേലൂയ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഹല്ലേലൂയ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ മനസ്സില്ലാത്തവരായി നാം തീർന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, മുള്ളും ഞെരിഞ്ഞിനും മുളപ്പിച്ചാലോ അത് ഹല്ലേലൂയ കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. അതേ പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചെടുത്തുകൊണ്ട് ആ രക്ഷയിൽ നാം നിലനിൽക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആ രക്ഷയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമേൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ അത് അനുഗ്രഹപൂർണമായി തീരുമെന്നും ആമേൻ ഹല്ലേലൂയ ദൈവപ്രസാദത്തെ ആമേൻ ഹല്ലേലൂയ അളവില്ലാത്ത നിലവാരത്തിൽ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ അനുസരണമില്ലാത്തവരായി പോയാൽ ആമേൻ ഹല്ലേലൂയ പഴയ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ നമുക്കൊരു ബോധ്യം തന്നിട്ടും ആമേൻ ഹല്ലേലൂയ മടങ്ങി വരാതെ വണ്ണം വീണ്ടും വീണ്ടും അകൃത്യത്തിലേക്ക് കടന്നുപോയാൽ നാം ഒരിക്കലും ഉപേക്ഷിച്ചതായ ജീവിത സാഹചര്യത്തിലേക്ക് കടന്നുപോയാൽ ആമേൻ ഹല്ലേലൂയ അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. ഒരിക്കലും ഹല്ലേലൂയ നന്മ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല, ഒരിക്കലും ദൈവപ്രസാദം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല, ഒരിക്കലും കർത്താവിന് വേണ്ടി നിൽക്കുവാനും സാധിക്കുകയില്ല എന്ന് പ്രിയ ദൈവജനമേ മറന്നു പോകരുത്. ആമേൻ റീഖാമാനെ ശാനപരിഗമന വിലയേറിയ രക്ഷയുടെ സന്തോഷം ആമേൻ ഹല്ലേലൂയ ദാനമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിനെ ഹല്ലേലൂയ അലക്ഷ്യമായി ആമേൻ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കാണുന്നവരാകരുത്. ആമേൻ ഹല്ലേലൂയ ഒത്തിരി വില കൊടുത്ത് ആമേൻ ആ രക്ഷയിൽ നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ ഒത്തിരി അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, നാം ബലഹീനരായിരുന്നപ്പോൾ ആമേൻ നമ്മെ സ്നേഹിച്ച ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. നാം ഭക്തരല്ലാതിരുന്ന സമയത്ത് ആമേൻ നാം ബലഹീനതയിലായിരുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ ആമേൻ കൃപ എന്തെന്ന് പോലും ആമേൻ തിരിച്ചറിയാതെ ആമേൻ ഹല്ലേലൂയ ആ രക്ഷ എന്തെന്ന് ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിച്ചറിയാതെ നാം ഹല്ലേലൂയ ആമേൻ ആയിരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ തക്ക സമയത്ത് ആമേൻ ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തതായ ഒരു സ്നേഹത്തെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നാം ആവശ്യപ്പെട്ടിട്ടല്ല ആമേൻ ഹല്ലേലൂയ നമ്മെ കരുതിയ ദൈവം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടേതായ ആഗ്രഹത്തെ ഇഷ്ടത്തെ ഹല്ലേലൂയ ചോദിച്ചിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, ദൈവം നമ്മെ വീണ്ടെടുത്തത്, ദൈവം നമ്മെ രക്ഷിച്ചത് എന്ന് പ്രിയ ദൈവജനമേ മറക്കരുത്. ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മെ രക്ഷയിലേക്ക് നയിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മെ ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുമ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വളരെ ശ്രേഷ്ഠകരമായിരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 9-ൽ പറയുന്നു, ഇസ്രായേലേ നിന്റെ സഹായമായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ എന്നോട് നീ മറക്കുന്നത് നിനക്ക് നാശമാകുന്നു. അവിടെ കർത്താവിന്റെ വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി ഹല്ലേലൂയ കർത്താവ് നൽകിയിരിക്കുമ്പോൾ അതിനെ അലക്ഷ്യമാക്കിയാൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് നാശമാകുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയെ നാം അലക്ഷ്യമാക്കി കളഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ ആമേൻ വേണ്ടത്ര പ്രാധാന്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കാതെ പോയാൽ ആമേൻ ഹല്ലേലൂയ ഉപദേശങ്ങളെ കൈക്കൊള്ളാതെ പോയാൽ അത് നമുക്ക് നാശമാകുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ രക്ഷയുടെ സന്തോഷം ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുന്നവരല്ലേ നാം ഓരോരുത്തരും. ഹല്ലേലൂയ ആമേൻ അകൃത്യങ്ങളും പാപങ്ങളും ഇഷ്ടപ്പെട്ട് ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളും നിരൂപണങ്ങളും ആമേൻ ഹൃദയത്തിൻ്റെതായ ആഗ്രഹങ്ങളും ഹല്ലേലൂയ ആമേൻ ദൈവകൃപയിൽ നിന്ന് ഒത്തിരി അന്യപ്പെട്ടു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആ രക്ഷയിൽ നിന്ന് ആമേൻ രക്ഷയുടെ അനുഭവത്തിൽ
ലോകത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോകുമ്പോൾ അത് ഹല്ലേലൂയ ആമേൻ നമ്മെ ഹല്ലേലൂയ ബോധ്യം തന്ന പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും തന്നെ ഹല്ലേലൂയ ശ്രദ്ധ വെക്കാതെ ആമേൻ മുന്നോട്ട് പോകുമ്പോൾ പ്രിയ ദൈവജനമേ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു ആമേൻ അത് ഹല്ലേലൂയ നിങ്ങൾക്ക് നാശമാകുന്നു. അതെ ഹല്ലേലൂയ ആമേൻ നമ്മെ നാശത്തിലേക്കല്ല ആമേൻ നിത്യരക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് നമ്മെ ഹല്ലേലൂയ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഹല്ലേലൂയ നഷ്ടമാക്കി കളയരുതേ എന്ന് ആമേൻ ഹല്ലേലൂയ ഓർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ ആ ദൈവിക നന്മകളെ ഹല്ലേലൂയ അനുഭവിച്ചറിയാം. ഹല്ലേലൂയ ശ്രേഷ്ഠകരമായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ജീവിത നന്മകളെ ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുന്നവരായിട്ടല്ല അതിനെ ഹല്ലേലൂയ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ഏറെ പ്രാധാന്യത്തോടെ കണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനോ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയ ദൈവജനമേ, ഇത്രത്തോളം വലിയ സ്നേഹത്തെ പ്രകടമാക്കുവാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. ആമേൻ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടും ഒരുപക്ഷെ ഹല്ലേലൂയ ഒത്തിരി പേരുണ്ടാകാം. ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കുടുംബത്തിൽ ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ആമേൻ ഹല്ലേലൂയ മക്കൾ, ആമേൻ മാതാപിതാക്കൾ, ആമേൻ ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരിക്കാം. എന്നാൽ ആമേൻ ജീവൻ പകരം നൽകി നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്ന് മറക്കരുതേ പ്രിയ ദൈവജനമേ. ആമേൻ പലരും മോഹന വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് നൽകാം. ആമേൻ ഞാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കൂടെ ഇരിക്കാം, ഇന്ന നന്മകളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെയും ഒരു പരിധിയുണ്ട്. എന്നാൽ ഹല്ലേലൂയ അതിനപ്പുറമായി നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതേ ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ ആ ദൈവത്തിന് മനസ്സായി എങ്കിൽ ആ ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുവാനും ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകുവാനും ആമേൻ ആ രക്ഷയിൽ നിലനിൽക്കുവാനും നാം മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ നമ്മുടേതായ സകല പാപത്തിനും പരിഹാരമായി തന്റെ പുത്രനെ ഹല്ലേലൂയ മറുപടിയായി നൽകിയെങ്കിൽ പ്രിയ ദൈവജനമേ, ആ സ്നേഹത്തിന്റെ ആമേൻ ആ കരുതലിന്റെ വലിപ്പം എത്രമാത്രമാണ് എന്ന് ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ ആമേൻ എത്ര തന്നെ വർണ്ണിച്ചാലും ആമേൻ ഹല്ലേലൂയ തീരുകയില്ല ആ ഹല്ലേലൂയ സ്നേഹത്തിന്റെ വലിപ്പം. ആമേൻ ഹല്ലേലൂയ എത്ര തന്നെ ആമേൻ പറഞ്ഞാലും തീരാത്തതായ ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു കരുതലത്രേ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്ന പലർക്കും ചെയ്തു തരുവാൻ സാധിക്കാത്തതായ ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തെ അത്രേ നമുക്കിവിടെ ലഭിച്ചത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആർക്കും തന്നെ ആമേൻ നേടിത്തരുവാൻ കഴിയാത്തതായ ഒരു ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ നൽകിയെങ്കിൽ അത് ദൈവം മാത്രം. ആമേൻ അതുകൊണ്ട് തന്നെ ആ രക്ഷകൻ നമുക്ക് നൽകിയതായ രക്ഷയെ ആമേൻ ഹല്ലേലൂയ അലക്ഷ്യമാക്കി കളയരുത്. ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ ഇത്രത്തോളം സ്നേഹിച്ചിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അതിന്റെ ആമേൻ ഹല്ലേലൂയ ആഴത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഹല്ലേലൂയ ആമേൻ ആരെ എന്ന് നോക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ അതിന്റെ 26-ാമത്തെ വാക്യം മുതൽ ആമേൻ നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതെ ഹല്ലേലൂയ ആ കർത്താവിന്റെ ഹല്ലേലൂയ അനുസരണമുള്ള ആടുകളായി ആമേൻ ആ രക്ഷയെ ഹല്ലേലൂയ അനുഭവിക്കുവാൻ ആ രക്ഷയിൽ നിലനിൽക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുന്നതായ ആ ദൈവിക ശ്രേഷ്ഠതയെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ ആ കർത്താവിന്റെ ആമേൻ അനുസരണമുള്ള ആടുകളായിരുന്നാൽ മാത്രമേ ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ആമേൻ നടത്തിപ്പിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ആമേൻ ഹല്ലേലൂയ എങ്കിൽ മാത്രമേ ആ കർത്താവിന്റെ സ്നേഹവും ആമേൻ കരുതലും എത്രത്തോളം ആഴമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു ആമേൻ ഹല്ലേലൂയ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ആമേൻ ഹല്ലേലൂയ നിത്യജീവൻ ലഭിക്കുകയില്ല. ആമേൻ നമുക്ക് കർത്താവ് നൽകിയതായ രക്ഷയെ നാം അലക്ഷ്യമാക്കി കളഞ്ഞാൽ ഒരിക്കലും ആ രക്ഷയെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. ആ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രിയ ദൈവജനമേ ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു. ഒരു
ഒരിക്കലും നമ്മിൽ നിന്നും ആർക്കും ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുവാൻ സാധിക്കാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ ആരും നമ്മെ ഹല്ലേലൂയ ആ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന്, ജീവന്റെ ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ നമ്മെ ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ഹല്ലേലൂയ ഉറപ്പുള്ളവരായി അനുസരണമുള്ളവരായിരിക്കണം. ആമേൻ ഹല്ലേലൂയ ആ ദൈവിക പരിപാലനം ആഗ്രഹിക്കുന്നവരായിരിക്കണം. ആമേൻ ഹല്ലേലൂയ ആ ദൈവിക പരിപാലനത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കണം. ഒരുപക്ഷേ ഹല്ലേലൂയ ആ ദൈവിക അനുഭവത്തിൽ നിൽക്കുമ്പോൾ, അനുസരണമുള്ള ആടുകളായിരിക്കുമ്പോൾ ചില ഹല്ലേലൂയ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. ചിലപ്പോഴൊക്കെ നമ്മുടേതായ ആമേൻ സന്തോഷവും ആമേൻ സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഹല്ലേലൂയ ചിലപ്പോഴൊക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ സഹിച്ച് ആമേൻ കർത്താവിന്റെ കൃപയിൽ നിൽക്കേണ്ടതായി വരാം. ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ ദൈവത്തെ അനുഗമിക്കുവാൻ ഒത്തിരി പ്രയാസമുണ്ട്. ആ രക്ഷയിൽ നിലനിൽക്കുവാൻ ഒത്തിരി പ്രയാസമുണ്ട്. ആമേൻ ഹല്ലേലൂയ വെറുതെ ഒന്നും ആമേൻ ഹല്ലേലൂയ ആ രക്ഷയുടെ സന്തോഷ പൂർത്തീകരണത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയില്ല. ഉടകരകന ശാനവരകമന റീഖാരകന ശാനവരകമന ആമേൻ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ മനസ്സുകളെ ഹല്ലേലൂയ തകർത്തു കളയുന്ന നിലവാരത്തിൽ റീഖാമന റിമരകന ശാനവരകമന ഹല്ലേലൂയ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ രോഗത്താൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ബലഹീനപ്പെടുത്തുന്ന നിലവാരത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും ഉടവരകന ശാനവരകമന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആ രക്ഷയിൽ ഉറപ്പോടെ നിൽക്കുമെങ്കിൽ ഉടവരകന ശാനവരകമന സർവശക്തന്റെ ഹല്ലേലൂയ പരിപാലനത്തിൽ ഇഷ്ടം വെച്ച ഉടനഗര ശാനവര ആമേൻ ഹല്ലേലൂയ അതിൽ പ്രിയം വെച്ച് ആമേൻ ഹല്ലേലൂയ ഉറപ്പുള്ളവരായി സ്ഥിരതയുള്ളവരായി നിൽക്കുമെങ്കിൽ ഉടനഗര ശാനവരകമന റീഖാരകന ശാനവരകമന ആമേൻ ഹല്ലേലൂയ ആമേൻ ഏത് പ്രതികൂലവും വന്നുകൊള്ളട്ടെ ആമേൻ ഹല്ലേലൂയ അതൊന്നും തന്നെ എന്നെ ഹല്ലേലൂയ തൊടുവാൻ ആമേൻ പരിശുദ്ധ കർത്താവ് അനുവദിക്കുകയില്ല എന്ന് ആമേൻ ഹല്ലേലൂയ ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിലനിൽക്കുമെങ്കിൽ ഉടവരകന ശാനവരകമന ആമേൻ ഹല്ലേലൂയ ചില നന്മകളെ ആമേൻ ജീവിതത്തിൽ പകർന്നു നൽകുവാൻ ഉടരകന ശാനവരകമന സർവശക്തനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ഉടവാരകന ശാനവരകമന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആമേൻ ചില ബലഹീനതകളെ നമ്മിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു കൊണ്ട് കളയുക. ആമേൻ ചില അസമാധാനത്തിന്റെ സാഹചര്യങ്ങളെ നമ്മിൽ നിന്നും പുറത്തു കളയുക. റീഖാമാനി റിമനാരകന ശാനവരകമന ആ രക്ഷയിൽ ഹല്ലേലൂയ ഒന്ന് സമർപ്പണത്തോടുകൂടെ ആയിരിക്കുമെങ്കിൽ ആമേൻ ചില ഹല്ലേലൂയ ശ്രേഷ്ഠകരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നൽകി തരുക. ആമേൻ ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട് എന്ന് ആമേൻ പരിശുദ്ധാത്മാവിന് ആലോചന പറയുമ്പോൾ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുസരിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ ആമേൻ റീഖാമാനി റിമനാരകന ശാനവരകമന ആമേൻ വിലപിച്ചുകൂടാത്തതായ ആമേൻ ശ്രേഷ്ഠകരമായ ആമേൻ ആർക്കും ഹല്ലേലൂയ നൽകി തരുവാൻ കഴിയാത്തതായ ആമേൻ ഹല്ലേലൂയ ചില നന്മകളെ നൽകി തന്നുമായിരിക്കുവാൻ പരിശുദ്ധ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥനയോടെ ആമേൻ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ ലോകത്തിന്റെ സകല പാപത്തെയും ചുമക്കുന്നവനായ ആമേൻ ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് രക്ഷകനായി ഹല്ലേലൂയ ഇരിക്കുമ്പോൾ ആമേൻ നമ്മുടേതായ പാപങ്ങളെ ആമേൻ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ആ രക്ഷയിൽ ഹല്ലേലൂയ മുൻപോട്ട് പോകുക. ആമേൻ സമർപ്പണത്തോടെ ആയിരിക്കാം. ആമേൻ ഹല്ലേലൂയ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് സഹിക്കേണ്ടതായി വരാം. ചില പ്രതിസന്ധികളൊക്കെയും ആമേൻ ഹല്ലേലൂയ സഹിക്കേണ്ടതായി വരാം. ചില കണ്ണുനീരിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ ആമേൻ നേരിടേണ്ടതായി വരാം. പ്രിയ ദൈവജനമേ, അവിടെയൊക്കെയും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആ രക്ഷയുടെ പൂർണ്ണത ആമേൻ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ആമേൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മെ കരുതുന്ന ദൈവം, ആമേൻ ഹല്ലേലൂയ ഇതുപോലെ സ്നേഹിക്കുന്ന, ഇതുപോലെ കരുതുന്ന ഒരു ആമേൻ ഹല്ലേലൂയ വ്യക്തിയെ ഒരു ആമേൻ ഹല്ലേലൂയ മനുഷ്യനെയും നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ നിത്യമായ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിത്യമായ ആശ്വാസത്തെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിത്യമായ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതുമല്ല. ഹല്ലേലൂയ ഈ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ നാം ഒരിക്കലും ലോക സ്നേഹത്തിലേക്ക് പോകരുത്. ആമേൻ ഹല്ലേലൂയ ഒരുപക്ഷേ ആമേൻ നമ്മുടേതായ ആമേൻ കഴിഞ്ഞ കാല
ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ആമേൻ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നിരിക്കാം, ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നിരിക്കാം, ചില ശ്രേഷ്ഠതകളൊക്കെ നാം അനുഭവിച്ചവരായിരിക്കാം, ചില ഭൗതിക നന്മകളൊക്കെ ആമേൻ ഹല്ലേലൂയ ആമേൻ അനുഭവിച്ചവരായിരിക്കാം, ചില ഉന്നതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം അനുഭവിച്ചവരായിരിക്കാം. എന്നാൽ രക്ഷയിൽ നിലനിൽക്കണമെങ്കിൽ അതൊക്കെയും ഹല്ലേലൂയ നമ്മിൽ നിന്ന് നാം ഉപേക്ഷിക്കേണ്ടതായി വരും. ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ആമേൻ ലോകപ്രകാരം നിന്നുകൊണ്ട് ദൈവിക രക്ഷയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കലും ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവിക രക്ഷയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ രക്ഷകന്റെ ഇഷ്ടപ്രകാരം നടക്കണമെങ്കിൽ, നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ ആമേൻ ലോകത്തിലുള്ളതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പ്രിയ ദൈവജനമേ മറക്കരുത്. ആമേൻ ഹല്ലേലൂയ നമ്മുടെ കണ്ണിനും കാതിനും കുളിർമയാകുന്ന, നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായെന്ന് വരാം. എന്നാൽ അതിനൊക്കെയും ആമേൻ തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് പോകുമെങ്കിൽ പ്രിയ ദൈവജനമേ അതിലൂടെ ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും അത് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. ആമേൻ ഹല്ലേലൂയ അപ്രകാരം ലഭിക്കുന്ന സന്തോഷത്തെയും ആമേൻ ഹല്ലേലൂയ നന്മകളെയും ഒരിക്കലും അപഹരിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല എന്ന് മറക്കരുത്. ഹല്ലേലൂയ നമ്മുടേതായ ഈ ലോക ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതൊക്കെയും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ട് പോകുവാൻ ഇടയുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ രക്ഷയിൽ നിന്നുകൊണ്ട് നാം പ്രാപിക്കുന്നതായ നന്മകളെ അപഹരിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല, ആരെയും ദൈവം അനുവദിക്കുകയില്ല എന്ന് ഈ നാളുകളിൽ തിരിച്ചറിയേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ നൽകി ആമേൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചിരിക്കുമ്പോൾ ഇത്രത്തോളം ഹല്ലേലൂയ സ്നേഹിപ്പാൻ, ആമേൻ ഇത്രത്തോളം കരുതുവാൻ ആമേൻ ഹല്ലേലൂയ ലോകത്തിൽ ആരാണ് ഉള്ളത് എന്ന് നാം ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, പഴയ ജീവിതത്തിൽ നിന്നാൽ മതിയായിരുന്നു. ആമേൻ ഹല്ലേലൂയ ഇത്രത്തോളം ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ആമേൻ ഈ രക്ഷയിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ആമേൻ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. കാരണം ഹല്ലേലൂയ ചില കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ആമേൻ ചില വാക്കുകളൊക്കെ കേൾക്കേണ്ടതായി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ വെറും ആമേൻ ഹല്ലേലൂയ ശൂന്യമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടേതായ ഭൗതിക ജീവിതത്തിൽ. ആമേൻ ഹല്ലേലൂയ അവിടെയൊക്കെ ആമേൻ നാം ചിന്തിച്ചു പോകാറുണ്ട്, ദൈവമേ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ട് എനിക്കൊരു നേട്ടവും ഇല്ലല്ലോ, എന്റെ ജീവിത സാഹചര്യം ഇപ്പോഴും ഇങ്ങനെയല്ലേ. ആമേൻ ഹല്ലേലൂയ എന്നാൽ ഒരു കാര്യം മറക്കരുത്, ശ്രേഷ്ഠകരമായിരിക്കുന്ന രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ അപഹരിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ളവർക്ക് നമ്മുടേതായ ഈ ലോകത്തിലുള്ള സമാധാനത്തെയും സന്തോഷത്തെയും സ്വസ്ഥതയും നശിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരാം. എന്നാൽ ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്, അതിനെ തകർത്ത് കളയുക, ആ രക്ഷയുടെ സന്തോഷത്തെ തകർത്ത് കളയുക ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ആർക്കും തന്നെ സാധിക്കുകയില്ല. ആമേൻ നിത്യമായതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ ആമേൻ ചഞ്ചലിക്കുന്നതല്ല, ആമേൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്നതുമല്ല. ആമേൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും. എന്നാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മോട് ഒരു വാക്ക് പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചാൽ, കർത്താവ് നമ്മെ കരുതിയാൽ അത് നിത്യമാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാണ് എന്ന് പ്രിയ ദൈവജനമേ നമുക്ക് കർത്താവിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള നന്മകൾ ആമേൻ ഹല്ലേലൂയ നമ്മെ ആമേൻ പരാജയത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവം നൽകുന്ന നന്മകൾ ആമേൻ ഹല്ലേലൂയ നമ്മെ നിത്യതയിലേക്ക് വഴിനടത്തുമെന്ന് മറക്കരുത്. ആമേൻ ഹല്ലേലൂയ ആ രക്ഷയുടെ സന്തോഷത്തെ ആമേൻ വിലയേറിയതായി കണ്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അതിൽ നിന്ന് നിൽക്കുക നാം ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്ന ആരെയും തള്ളിക്കളയുകയില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37 പറയുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഇന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാം. ആമേൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ ഒരിക്കലും നമ്മെ കൈവിടുന്നവനല്ല, ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്നവനുമല്ല, ആമേൻ മാറിപ്പോകുവാൻ പറയുന്നവനുമല്ല. ആമേൻ ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ അടുക്കൽ പലപ്പോഴും നാം ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങൾക്ക് ആമേൻ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഹല്ലേലൂയ അവരൊക്കെയും ആമേൻ ഹല്ലേലൂയ നമ്മെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളുണ്ട്, ആമേൻ മാറിപ്പോകുവാൻ പറയുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മെ കരുതാത്ത സാഹചര്യങ്ങളുണ്ട്, നമ്മെ ഹല്ലേലൂയ കണ്ടിട്ടും കാണാത്തവരായി ആമേൻ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മെ കരുതുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, ഒരിക്കലും കൈവിടാത്ത ദൈവം, ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവം, ആ ദൈവത്തിന്റെ ഹല്ലേലൂയ രക്ഷയാത്രേ നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ രക്ഷയാത്രേ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 32 ആമേൻ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ
ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 32 അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ലംഘനവും പാപവും ഒക്കെ മറച്ചു കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. ഈ ലോകത്തിലുള്ളവർ പറയുമായിരിക്കാം, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഭൗതികമായ ആമേൻ ഹല്ലേലൂയ ജീവിത നേട്ടങ്ങൾ ഉള്ളവരാണ് ഹല്ലേലൂയ ആമേൻ ഭാഗ്യവാന്മാരെന്ന്, നല്ല ജോലി ഉള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന്, ആമേൻ നല്ല ഹല്ലേലൂയ വാഹനങ്ങളോ ആമേൻ ഭവനങ്ങളോ ആമേൻ ഹല്ലേലൂയ സാമ്പത്തികമായ സ്രോതസ്സുകളോ ഉള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് ഈ ലോകം പറയുമ്പോൾ, പ്രിയ ദൈവജനമേ, കർത്താവിന്റെ വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. ആമേൻ ഹല്ലേലൂയ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനത്രേ ഭാഗ്യവാൻ. അതേ പ്രിയ ദൈവജനമേ, ആമേൻ ഈ ലോകത്തിന്റെ പുറകെയല്ല നാം പോകേണ്ടത്. ആമേൻ കർത്താവിന്റെ വചനപ്രകാരമായിരിക്കുമെങ്കിൽ ആമേൻ കാലം നമുക്ക് രക്ഷയിൽ നിലനിൽക്കുവാൻ സാധിക്കും. ആമേൻ കാലം നാം ഈ ലോകത്തിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യവുമില്ല. ആമേൻ കാലം നമ്മുടെ ലംഘനങ്ങളും പാപങ്ങളും ഒന്നും ക്ഷമിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ സാധിക്കാതെ വണ്ണം നാം ഒത്തിരി കാലം അകന്നു പോയാൽ, ആമേൻ ഹല്ലേലൂയ അകൃത്യം ആമേൻ ചെയ്ത ആമേൻ മ്ലേച്ഛതകൾ ചെയ്ത ആമേൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോയാൽ ഒരിക്കലും ഹല്ലേലൂയ ഈ ഭാഗ്യം നമുക്ക് ലഭിക്കുകയില്ല. ലോകം തരുന്ന ഭാഗ്യം ആമേൻ പൊടുന്നനെ മാറിപ്പോകും. ആമേൻ ഞൊടി നേരത്തേക്കേ ഉള്ളൂ ലോകം നൽകുന്നതായ ഹല്ലേലൂയ ഭാഗ്യം. എന്നാൽ നിത്യമായ ഭാഗ്യം വേണമെങ്കിൽ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ചെല്ലണം. ആമേൻ ഹല്ലേലൂയ, ആ രക്ഷയെ തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നാം ഹല്ലേലൂയ ഹൃദിസ്ഥമാക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അതേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറുപടിയുമായി കൂടെയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ കഷ്ടതയിൽ നമ്മെ സൂക്ഷിക്കുന്ന ആ രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നമ്മെ ചുറ്റിക്കൊള്ളുന്ന ഒരു ദൈവമത്രേ നമ്മുടെ കർത്താവ്. ആ രക്ഷയുടെ ഉല്ലാസ ഘോഷം ആമേൻ ഹല്ലേലൂയ അത് വളരെ ശ്രേഷ്ഠമായതാ. അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ പ്രാപിച്ചെടുത്തുകൊണ്ട് ഈ നാളുകളിൽ നാം നിൽക്കുമെങ്കിൽ പ്രിയ ദൈവജനമേ, നമ്മെ ആ രക്ഷയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ നാശത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന സകല ശക്തികളെയും തകർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. നമുക്കൊരു മറുവിടമായി ആമേൻ പ്രതികൂലങ്ങളാലും പ്രതിസന്ധികളാലും ഏറെ ഭാരപ്പെട്ട നാം നിലവിളിക്കുമ്പോൾ നമുക്കൊരു മറുവിടമായി, നമുക്കൊരു ആശ്വാസകനായി ഈ രക്ഷകൻ കൂടെയുണ്ട്. രോഗം നൽകാത്ത ആമേൻ ഒരു രക്ഷ നമുക്ക് നൽകുവാൻ ആമേൻ കർത്താവ് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ പ്രിയ ദൈവജനമേ, ലോകം നൽകുന്നതായ സ്നേഹത്തെക്കാൾ വിശ്വസ്തതയുള്ള സ്നേഹം നൽകി നമ്മെ ഹല്ലേലൂയ നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ബലഹീനരായിരുന്നപ്പോൾ, ആമേൻ അഭക്തരായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷയിലേക്ക് നയിച്ചതായ ദൈവം ഇന്നും നമ്മെ ആമേൻ ഹല്ലേലൂയ സ്നേഹിക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഇനിയും നമ്മെ പരിപാലിക്കുവാനും ആ കൃപയിൽ നിലനിർത്തുവാനും ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠതകളും നൽകി തരുവാനും ആമേൻ സർവശക്തനത്രേ. അവൻ ഹല്ലേലൂയ സർവവ്യാപിയത്രേ. പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളായി ജീവിച്ച ദൈവം നമുക്ക് നൽകുന്ന സകല നന്മകളും അനുഭവിക്കുവാൻ യോഗ്യതയുള്ളവരാക്കി ദൈവം തീർക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുസരണമുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്നേഹം മാത്രം മതി എന്ന ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ ആ ദൈവിക സ്നേഹം നമ്മെ ഹല്ലേലൂയ നിത്യജീവനിലേക്ക്, നിത്യമായിരിക്കുന്ന രക്ഷയുടെ സന്തോഷത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ സ്നേഹം ആമേൻ നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. സങ്കീർത്തനങ്ങൾ 85 അതിന്റെ 2 പറയുന്നു, നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ മൂടിക്കളഞ്ഞു. അതെ, നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി മൂടിക്കളഞ്ഞ, നമ്മുടെ അകൃത്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചതായ, നമ്മെ മോചിപ്പിച്ചതായ ഒരു ദൈവിക സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, നമ്മുടെ അകൃത്യത്തെ ആമേൻ ഹല്ലേലൂയ മോചിച്ചതായ, ആമേൻ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി മൂടിക്കളഞ്ഞ, ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം ആ പാപങ്ങൾ നമ്മെ പിന്നെയും ആമേൻ സ്വാധീനമാക്കാതെ, ആമേൻ ആ പാപം പിന്നെയും നമ്മെ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ അകറ്റിക്കളയാതെ, ആ പാപങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ദാനമായി നൽകിയ രക്ഷയെ നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ മൂടിക്കളയുന്നതായ ഒരു ദൈവിക സാന്നിധ്യം ഇന്നും ഹല്ലേലൂയ നമ്മുടെ
ജീവിതത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പ്രിയ ദൈവജനമേ, ആ കർത്താവിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തെ രുചിച്ചറിയുമോ ഒന്ന് സമർപ്പിക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആ നന്മയെ, ആ ദൈവപ്രസാദത്തെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സന്നിധിയിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എപ്രകാരമാണ് എന്ന് ഇന്നാളുകൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉപദേശപ്രകാരമാണോ, ദൈവത്തിന്റെ വചനപ്രകാരമാണോ, ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന പ്രകാരമാണോ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്? നമ്മുടെ ചിന്തകളെ പ്രകാരമാണ് ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയുടെ ഹല്ലേലൂയ അടിസ്ഥാനത്തിലാണോ നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടേതായ വാക്കുകൾ, നമ്മുടേതായ നിരൂപണങ്ങൾ, നമ്മുടേതായ പ്രവൃത്തികൾ ഓരോ ദിവസവും ആമേൻ ഹല്ലേലൂയ എപ്രകാരമുള്ളതായിരിക്കുന്നുവെന്ന് നാം ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. പ്രിയ ദൈവജനമേ, ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ മാറിപ്പോയെന്ന് വരാം. ആമേൻ ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ ഇന്നലകളിൽ സ്നേഹിച്ചവരും ആമേൻ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കൂടെ കൊണ്ടു നടന്നവരും ഒക്കെ മാറിപ്പോയെന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ അതൊന്നും വലിയ കാര്യമല്ല. ആമേൻ ഏറ്റവും വലിയത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ നമ്മിൽ ഹല്ലേലൂയ ഉണ്ടാകേണ്ടതാണ്. ആമേൻ ഹല്ലേലൂയ. ആ ദൈവികമായ രക്ഷ, ആ ദൈവികമായ സമാധാനം, സന്തോഷം നമ്മിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. ആമേൻ ഹല്ലേലൂയ. നമ്മുടേതായ പ്രവൃത്തികളെ ദിനത്തോറും കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ദൈവമേ ഹല്ലേലൂയ നിന്റെ ഹിതപ്രകാരം ആമേൻ ഇന്നത്തെ ദിവസമായിരിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്നൊന്ന് പറയുവാൻ എന്റെ ചിന്തകളും എന്റെ പ്രവൃത്തികളും ആമേൻ ഹല്ലേലൂയ കർത്താവെ അങ്ങ് എനിക്ക് നൽകിയതായ രക്ഷയെ ഹല്ലേലൂയ നഷ്ടമാക്കുന്നതാകരുത്. ആ രക്ഷയിൽ ഹല്ലേലൂയ നിലനിൽക്കുന്നതാക്കി തീർക്കണമെന്ന് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങളുടെ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിലേക്ക് നടത്തുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനത്രേ, അവൻ യുദ്ധവീരനത്രേ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവൻ ആമേൻ ഹല്ലേലൂയ സർവ്വത്തിനും അധികാരിയത്രേ. ആമേൻ വീണ്ടെടുപ്പുകാരനത്രേ, രക്ഷകനത്രേ. പ്രിയ ദൈവജനമേ, ആ ദൈവത്തിന്റെ ഹല്ലേലൂയ മഹാദയ ആമേൻ മഹാകൃപ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. ഈ വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതായ ദൈവത്തിന്റെ സന്നിധിയിൽ നിഗളികളാകരുത്. ആമേൻ ഹല്ലേലൂയ കാപട്യമുള്ളവരാകരുത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ വളരെ താഴ്മയോടെ നിഷ്കളങ്കതയോടെ ആയിരിക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ അവിടെയത്രേ ദൈവപ്രസാദം, അവിടെയത്രേ ഹല്ലേലൂയ ദൈവം നമ്മിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്നേഹിക്കുന്നതായ, ദൈവം നമ്മിൽ കാണുവാൻ ആഗ്രഹിക്കുന്നതായ ആമേൻ ഹല്ലേലൂയ സ്വഭാവ സവിശേഷതകൾ ആമേൻ ഹല്ലേലൂയ നമ്മുടേതായ വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും ഒക്കെ ആമേൻ ഹല്ലേലൂയ ഒരു നിയന്ത്രണം വേണം. ആമേൻ ഹല്ലേലൂയ അതിലൊക്കെയും ആമേൻ ഹല്ലേലൂയ ദൈവഹിതം നാം അന്വേഷിക്കണം. ആമേൻ ഹല്ലേലൂയ